പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിക്ക് ലഭിച്ചത് ഉയർന്ന ഭൂരിപക്ഷത്തോടെയുള്ള വിജയം. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ KS ഹംസ 2.5 ലക്ഷത്തിലധികം വോട്ടുകളാണ് നേടിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് പൊന്നാനി മണ്ഡലത്തിൽ അബ്ദുൾ സമദ് സമദാനി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. മണ്ഡലത്തിൽ 69% പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം ആകെ 8 പേർ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 5,40,403 വോട്ടുകൾ നേടി 2,36,518 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് സമദാനി പൊന്നാനിയിൽ വിജയമുറപ്പിച്ചത്. സമസ്ത ലീഗ് ഭിന്നതയും സിറ്റിംഗ് എംപിമാരുടെ മണ്ഡലമാറ്റവും വലിയ തോതിൽ ചർച്ചയായ മണ്ഡലത്തിൽ ഇരു കക്ഷികളും അടിയൊഴുക്ക് കണക്കുകൂട്ടിയെങ്കിലും ആദ്യാവസാനം വരെ UDF സ്ഥാനാർത്ഥിയാണ് ലീഡ് ഉയർത്തിയത്. 2019 അപേക്ഷിച്ച് 43,245 വോട്ടുകളാണ് സമദാനി അധികം നേടിയത്. വോട്ടെണ്ണലിൻ്റെ 7ാം റൗണ്ടിൽ തന്നെ സ്ഥാനാർത്ഥിയും അണികളും വിജയമുറപ്പിച്ച് ആഹ്ലാദ പ്രകടനം ആരംഭിച്ചിരുന്നു. അങ്ങേയറ്റം വികാരമുണ്ടാക്കുന്ന പൊന്നാനിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ തങ്കലിപികളാൽ എഴുതി വെക്കേണ്ടത് എൻ്റെ ഭൂരിപക്ഷമല്ല, ജനങ്ങളുടെ മനസ്സാണ്. പൊന്നാനി ജനങ്ങളുടെ മനസ്സാണ്. ആ മനസ്സിന് അങ്ങേയറ്റം നന്ദിയുണ്ട്. തൊട്ടുപിന്നിലുണ്ടായിരുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് ലഭിച്ചത് 3,03,885 വോട്ടുകൾ. NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന് 1000 വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ലഭിച്ചത്. 6,684 പോസ്റ്റൽ വോട്ടുകളാണ് മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടായിരുന്നത്. UDF 2,946, LDF 2,194, NDA 1,065, മറ്റുള്ളവർ 467 എന്നിങ്ങനെയും വോട്ടുകൾ നേടി. കൈരളി ന്യൂസ്, പൊന്നാനി.